വെൽക്കം ടു തായ്ലൻഡ് സീരീസ് ഡേ 3. വീടാൻ കുറച്ച് ഡിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നമുക്ക് വരുന്നത് ഫുക്കറ്റ് ടു ക്രാബി ടു ഫുക്കറ്റ് ട്രാൻസ്ഫർ ആണ്. നമ്മൾ ലാൻഡ് ചെയ്ത് ഫുക്കറ്റ് എയർപോർട്ടിലാണ്, എന്നിട്ട് ക്രാബിയിലേക്ക് കാറിലായിരുന്നു വന്നത്. പക്ഷെ നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നത് ഫെറിയിലാണ് കേട്ടോ. നമ്മുടെ പാക്കേജ് ക്രാബി ആൻഡ് ഫുക്കറ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രാബിൽ 2 days സ്പെൻഡ് ചെയ്തു. ഇനി ബാക്കിയുള്ള 2 days ഫുക്കറ്റിലാണ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് റിട്ടേണും. അപ്പോൾ നമ്മൾ ആദ്യം ഫുഡേക്ക് വേണ്ടിയിട്ട് പോയിട്ടോ. ഇവിടുത്തെ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, പൊതുവേ എനിക്ക് ഒന്നും ഇഷ്ടമായിരുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ KFC മെക്ഡൊക്കെ ആയിട്ട് പിടിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വരുന്നതായി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. നമ്മൾ പോകുന്ന വഴിയൊക്കെ ബീച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് എടുത്തു. അങ്ങനെ നമ്മൾ ബൈക്ക് റിട്ടേൺ ചെയ്ത് റൂമിലെത്തിയപ്പോഴേക്ക് ടാക്സി നമ്മൾ നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാക്സി നമ്മളെ ലൊക്കേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ റിസ്ക് ഒന്നും ഇല്ല. അപ്പോൾ ഇതാണ് ഫെറി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ടോട്ടൽ കൺസെപ്റ്റ് ചെയ്തല്ലായിരുന്നു. ക്ലോസ്ഡ് ആയിട്ട് AC ഒക്കെ ഇട്ടുണ്ടായിരുന്ന ഏരിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇമെല്ലാം കൊണ്ട് ട്രാവൽ ചെയ്യാൻ നല്ല സുഖമായിരുന്നു. നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു എഫക്റ്റ് ഒന്നും വരുന്നില്ലായിരുന്നു. പറയുമ്പോൾ സീലുള്ള ട്രാവലാണ്. അതുകൊണ്ട് ഇമെല്ലാം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ കംഫർട്ടബിൾ ആയിരുന്നു. അറൗണ്ട് 3 hours വരുന്നു കേട്ടോ നമുക്ക് ക്രാബി ടു ഫുക്കറ്റ്. തിരിച്ചും അതുപോലെ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ കാറിലായതുകൊണ്ട് പിന്നെ വന്ന ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയതുകൊണ്ട് അത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വീഡിയോ എടുത്തിട്ടോ. നല്ല സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ക്യാപ്പൊക്കെ പാറിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു. എന്നാലും വീഡിയോ മസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വീഡിയോസ് എടുത്തു. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ മഴ ചെയ്തിട്ടോ. അന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ കിട്ടിയ മഴയാണ്. പിന്നെ എപ്പോഴാണ് മഴ കിട്ടുന്നത്. നന്നായി മഴ പെയ്തെങ്കിലും പുറത്തിറങ്ങിയപ്പോഴേക്ക് റെഡി ആയിട്ട് നമ്മൾ കൊടക്ക് പിടിച്ച് റെഡി ആയിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ മഴ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഫുക്കറ്റിൽ ഫിഷർമാൻ സാബ് എന്നുള്ള ഹോട്ടലിലാണ്. പാക്കേജ് എടുത്തിട്ട് വന്നതാണ് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഓരോ റൂംസ് ഒക്കെ കാണുന്നത്. റൂം ആൻഡ് ഫെസിലിറ്റീസ് ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കിട്ടിയ റൂമിൽ നിന്നുള്ള വ്യൂ അത്രക്ക് പോരായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂമിൽ നിന്നൊക്കെ അടിപൊളിയായിട്ടുള്ള പൂൾ വ്യൂ ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയത് ഒരു ഔട്ട് സൈഡ് വ്യൂ ആണ്. അങ്ങനെ നൈറ്റ് ആയപ്പോൾ നമ്മൾ പൂൾ വിളിക്കാണിച്ച് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതൊക്കെ നമ്മൾ സെൽഫായിട്ട് ചെയ്യുന്നതാണ്, പാക്കേജ് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മളൊരു സ്കൂട്ടർ എൻ്റെ എടുത്തിട്ട് അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ. റൂമിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ പട്ടോങ് ബീച്ച് വരുന്നത്. പട്ടോങ് ബീച്ചിൽ നൈറ്റ് മാർക്കറ്റൊക്കെ ഉണ്ടെന്നുള്ളത് ഫേമസ് ആണല്ലോ. അപ്പോൾ അവിടെ കറങ്ങാൻ വേണ്ടി ചെന്നാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ശരിക്കുള്ള തായ്ലൻഡ്. നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ആ ഒരു തായ്ലൻഡ് ഉണ്ടല്ലോ, അതായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല വൈബായിട്ടുള്ള ഏരിയ ആയിരുന്നു കേട്ടോ. ഞാൻ മോസ്റ്റ്ലി വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം ഇന്നലെ അത്യാവശ്യം നല്ല കുറുമ്പ് തന്നെയായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഒരുപാട് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് മടങ്ങി. അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഫിഫി ഐലൻഡ് ടൂർ ആണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.